വടക്കൻ കേരളത്തിൽ മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുമ്പോൾ തേജസ്വിനി പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ പുളിങ്ങോത്ത് മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് ഒരാളെ കാണാതായി. തിരുവനന്തപുരം സ്വദേശിയും പുളിങ്ങോം കോഴിച്ചാലിലെ താമസക്കാരനുമായിട്ടുള്ള രാജേഷിനെയാണ് കാണാതായത്. മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട ഇയാളെ റോപ്പ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. പുഴകളിൽ വെള്ളം ഉയർന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, എന്താണ് സാഹചര്യം? കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് വലിയ തോതിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കടകളിലും വീടുകളിലും എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ഈ കർണാടകയുടെ ഉൾവനങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ ഈ കണ്ണൂരും അതുപോലെ തന്നെ കാസർഗോഡും വലിയ തോതിലുള്ള വെള്ളം ഉയർന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പൊടോതുരുത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വലിയ തോതിൽ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. പല വീടുകളിൽ നിന്നും ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാ വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. പൊതുവെ ഈ തേജസ്വിനി പുഴ ഇത്തരത്തിൽ സാധാരണ മഴയ്ക്കൊക്കെ കരകവിഞ്ഞ് ഒഴുകാറുണ്ടെങ്കിലും ഒരു 2018 സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. എന്തായാലും ഇവിടെയുള്ള ആളുകളെ ഇന്നലെ രാത്രി തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വലിയ ആശ്വാസമാണ്. ഏതായാലും ഇപ്പോൾ അല്പം വെയില് വന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വലിയ ആശ്വാസമാണ്. മഴ പൂർണ്ണമായും ഇന്ന് രാവിലെ മുതൽ അത്ര വലിയ ശക്തി പ്രാപിച്ച രീതിയിൽ ഉണ്ടായിരുന്നില്ല. അത് ആശ്വാസമായിട്ടുണ്ട്. ഏതായാലും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ശ്രീകണ്ഠാപുരത്തൊക്കെ അതേപടി വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഈ തീരപ്രദേശങ്ങളിലാണ്. തീരപ്രദേശങ്ങൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നു. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഒപ്പം റോഡൊക്കെ തകർന്നു പോകുന്ന സാഹചര്യം തീരപ്രദേശങ്ങളിലുണ്ട്. തീരപ്രദേശങ്ങളിലും ഇത്തരത്തിൽ ആളുകളെ ബന്ധുവീടുകളിലേക്ക് മറ്റും മാറ്റിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടെങ്കിലും പലരും ബന്ധുവീടുകളിലേക്ക് മാറാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ക്യാമ്പുകളിലേക്ക് അങ്ങനെ വലിയ തോതിൽ ആളുകൾ എത്തി തുടങ്ങിയിട്ടില്ല. ഏതായാലും ജില്ലാ ഭരണകൂടം കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഈ പൊടോതുരുത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏതായാലും മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. നിലവിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജാഗ്രത വേണമെന്ന ഒരു നിർദ്ദേശം തന്നെയാണ് പതിവ് പോലെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അല്പം വെയില് വന്ന ഒരു കാലാവസ്ഥയാണ് കാസർഗോഡായാലും കണ്ണൂരായാലും ഉള്ളത്. മലയോര മേഖലകളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ആശ്വാസമാണ്. എൽദോ, ശരി ബൈജു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.